ഏതു മതസ്ഥരായാലും പ്രാർത്ഥിക്കാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ? പ്രാർത്ഥന നമുക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഏൽക്കുന്ന ഒരു ശക്തിയാണ് അല്ലേ? ഒരു പോസിറ്റീവ് എനർജിയാണ്. ഒരു പ്രത്യേക കാര്യസാധ്യത്തിന് മാത്രമായിട്ട് പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. ഞാൻ അങ്ങനെയല്ല കേട്ടോ. എൻ്റെ ഉള്ളിൽ പ്രാർത്ഥന എപ്പോഴുമുണ്ട്. അത് ക്ഷേത്രത്തിൽ പോയാലും പള്ളിയിൽ പോയാലും ഞാൻ ഒരു മോസ്കിൻ്റെ മുന്നിലാണെങ്കിലും എപ്പോഴും വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും പ്രാർത്ഥനയുണ്ടാകാറുണ്ട്. അതൊരു പ്രത്യേക കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടല്ല, പക്ഷേ എന്നാലും എൻ്റെ പ്രാർത്ഥനകൾ എനിക്ക് ശക്തി നൽകാറുണ്ട്. ദൈവം ഞാൻ ആഗ്രഹിക്കുന്നതിലേക്ക് എന്നെ വഴിയെ കാലക്രമേണ ആണെങ്കിൽ പോലും എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാറുമുണ്ട്. വെൽക്കം ബാക്ക് ടു ട്രാവൽ ആൻഡ് തോട്ട്സ്. പ്രാർത്ഥിക്കാനായി ഒരിടം തേടി ഞാൻ പോകാറില്ല. അങ്ങനെ ഒരു അന്വേഷിച്ചുള്ള യാത്ര എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാറുമില്ല. പക്ഷേ എൻ്റെ യാത്രകളിൽ പലപ്പോഴും ഞാൻ ചെന്നെത്താറുള്ളത് പ്രാർത്ഥിക്കാനുള്ള ഇടങ്ങളിൽ തന്നെയാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധം കാണിച്ചു തരുന്ന ഒരു പുണ്യഭൂമിയിലേക്കാണ് ഇന്ന് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. അച്ചൻകോവിലാറിൻ്റെ തീരത്തുള്ള ഈ പുണ്യഭൂമി തികച്ചും പ്രകൃതിക്ക് യാതൊരുവിധ കോട്ടവും തട്ടാത്ത രീതിയിലുള്ള നിർമ്മിതികളാണ് കാണാൻ സാധിച്ചത്. യാത്രകളും പൈതൃകങ്ങളും ചരിത്രങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻസ് രൂപത്തിൽ തരണം. അതാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള സപ്പോർട്ട്. കാനനത്തിന് നടുവിലൂടെയുള്ള മനോഹരമായ ഒരു യാത്ര. ആ യാത്രയ്ക്കിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വീണ്ടും തുടർന്നു. നമ്മൾ എത്തിച്ചേർന്നത് പ്രകൃതി രമണീയമായ ഒരു പുണ്യഭൂമിയിൽ തന്നെയാണ്. അച്ചൻകോവിലാറിൻ്റെ തീരത്ത് കൊടും വനത്തിന് നടുവിൽ കല്ലേലിക്കാവിലെ ഊരാളി അപ്പൂപ്പൻ. ഊരാളി അപ്പൂപ്പൻ കോവിലിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. പ്രധാന കവാടത്തിൻ്റെ ഇരുവശങ്ങളിലും മനോഹരമായ കോൺക്രീറ്റിൽ നിർമ്മിച്ച വലിയ ശംഖുകളുടെ ഒരു നിര തന്നെ കാണാൻ സാധിച്ചു. അതിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയ ചെരിവുള്ള വഴിയിലൂടെ നടന്ന് കല്ലേലി അപ്പൂപ്പൻ കാവിൻ്റെ മറ്റൊരു കവാടത്തിലേക്ക് പ്രവേശിച്ചു. തികച്ചും ശാന്തമായ ഒരു അന്തരീക്ഷം. വഴിയുടെ ഇരുവശങ്ങളിലും മുത്തക്കുടകൾ കാണാൻ സാധിച്ചു. കുറച്ച് ക്ഷേത്രപാലകർ അവിടെ മുഴുവനും വൃത്തിയാക്കി വെക്കുന്നതും കാണാൻ സാധിച്ചു. പല രൂപത്തിലുള്ള ദേവതമാരുടെ പ്രതിമകൾ അവിടെ കാണാൻ സാധിച്ചു. അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പ്രത്യേക അനുമതിയുടെ ആവശ്യമുണ്ട്. അനുമതിക്കായി ഓഫീസിൽ പോയി പ്രത്യേകിച്ച് ഒരു റിക്വസ്റ്റ് എഴുതി കൊടുത്ത് അനുവാദം വാങ്ങിയ ശേഷമാണ് ഞാൻ ഈ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. വളരെ നല്ല സഹകരണമുള്ള ക്ഷേത്രപാലകന്മാരെയാണ് അവിടെ കാണാൻ സാധിച്ചത്. അവിടുത്തെ സ്റ്റാഫൊക്കെ വളരെയധികം സഹകരണവും സ്നേഹവും ഉള്ളവരായിരുന്നു. യുഗങ്ങളുടെ ചരിത്രം പേറുന്ന ആദിമ ദ്രാവിഡ നാഗ ഗോത്ര സംസ്കാരത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടർന്നു വരുന്ന പ്രകൃതിയിൽ അധിഷ്ഠിതമായ പഴമ കൊണ്ടും വിശ്വാസം കൊണ്ടും നാനാജാതി മതസ്ഥരുടെ അഭയ കേന്ദ്രമാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ്. മറ്റെല്ലാ ദേവാലയങ്ങളിലും പ്രഭാതത്തിൽ തുടങ്ങി പ്രദോഷത്തിൽ അവസാനിക്കുന്ന പൂജകളാണെങ്കിൽ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിൻ്റെ പ്രത്യേകത 24 മണിക്കൂറും പൂജകളും വഴിപാടുകളും നടത്തുന്ന ഒരു കാവാണ് എന്നുള്ളതാണ്. പത്തനംതിട്ടയിലെ കോന്നിയിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരം കാട്ടിലൂടെ വനത്തിലൂടെ സഞ്ചരിച്ചാൽ കോന്നി അച്ചൻകോവിൽ റോഡിൽ അരുവാപ്പുലം പഞ്ചായത്തിൽ കല്ലേലി എന്ന സ്ഥലത്ത് അച്ചൻകോവിലാറിൻ്റെ തീരത്തായാണ് ഈ പുണ്യഭൂമി നിലകൊള്ളുന്നത്. 999 മലകളുടെ മൂലസ്ഥാനമാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻ എന്നാണ് പഴമ കൊണ്ടുള്ള വിശ്വാസം. കല്ലേലിക്കാവിലെ എല്ലാ പൂജകർമ്മങ്ങൾക്കും വെറ്റിലയാണ് ഉപയോഗിക്കുന്നത്. അതിനുള്ള കാരണം കല്ലേലി ഊരാളി അപ്പൂപ്പൻ താമ്പൂലപ്രിയനായതുകൊണ്ടാണ് എന്നതാണ് ഐതിഹ്യം. ഇവിടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രധാന പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഒരു നിർമ്മിതിയും പ്രകൃതിയെ ഹനിക്കാതെയുള്ളതാണ് എന്നതാണ്. നല്ല തണുപ്പുള്ള അന്തരീക്ഷം, ചുറ്റും വൻമരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ എല്ലാം കാനന ഭംഗിയും നിലനിർത്തിക്കൊണ്ട് മനോഹരമായ 2 വലിയ പീഠം കാണാം.
അതിൽ ഒന്നിൽ ആനക്കൊമ്പ് കൊണ്ട് അലങ്കരിച്ച പ്രധാന മൂർത്തിയെ കല്ലേലി അപ്പൂപ്പൻ്റെ മൂലസ്ഥാനം കാണാം. തൊട്ടടുത്ത തറയിൽ അമ്മൂമ്മയുടെ പീഠവും. ചുറ്റുമായി ശിവലിംഗം, ഗണപതി, നാഗരാജാവ്, നാഗയക്ഷി, വനദേവതമാർ, ദേവതകൾ എന്നിങ്ങനെ എല്ലാ ദേവീദേവന്മാർക്കും സ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. മിഴി നിറഞ്ഞ് മനമറിഞ്ഞ് കൂപ്പുകൈയുമായി പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് ജീവിത പ്രയാസങ്ങളിൽ നിന്ന് മോചനം നൽകി വിദ്യ, മാംഗല്യം, സൽസന്താന ഭാഗ്യം ഇവയെല്ലാം കല്ലേലിക്കാവിൽ ആശ്രയിക്കുന്നവർക്ക് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ വരദാനമായി നൽകുന്നു. മതസൗഹാർദ്ദം എന്ന ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന കാനനവാസൻ കുടികൊള്ളുന്ന കാവ്. ഏകദേശം 1155 വർഷത്തെ പഴക്കമുള്ള കാവാണിത് എന്നാണ് പഴമക്കാർ വായ്മൊഴിയാൽ പറയുന്നത്. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വഴിപാടാണ് താമ്പൂല സമർപ്പണം. വെറ്റില, അടയ്ക്ക, ചുണ്ണാമ്പ്, പുകയില, ഒരു നാണയം, തെങ്ങിൻ കള്ള് എന്നിവ ഒരു തേക്കിലയിൽ വെച്ച് അപ്പൂപ്പന് സമർപ്പിക്കണം. ഭക്തർ എന്താണ് ആഗ്രഹിച്ച് സമർപ്പിക്കുന്നത് ആ ഉദ്ദിഷ്ട കാര്യം അപ്പൂപ്പന്റെ അനുഗ്രഹത്താൽ നടന്നിരിക്കും എന്ന് അനുഭവസ്ഥർ പറയുന്നു. താമ്പൂലം സമർപ്പിച്ച് വിളിച്ചു ചൊല്ലിയാൽ സങ്കടങ്ങൾക്ക് അപ്പൂപ്പൻ നിവാരണം ഉണ്ടാക്കും എന്നത് ഉറപ്പു തന്നെ. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ പ്രപഞ്ച ശക്തിയാണ്. ഇതിനാൽ രൂപവും ഭാവവുമില്ല. പക്ഷെ മനമുരുകി വിളിച്ചാൽ ആഗ്രഹ സഫലീകരണം ഉറപ്പാണ്. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കുടികൊള്ളുന്ന ഈ കാവിൽ കൂടുകൂട്ടുന്ന പറവകളും ചീവീടുകളും വാനരന്മാരുമെല്ലാം കല്ലേലി ഊരാളി അപ്പൂപ്പന്റെ നാമം സദാ മൂളുന്നു. അച്ചൻകോവിൽ ക്ഷേത്രവുമായി ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിന് ബന്ധമുണ്ട്. കോന്നി എലിയറയ്ക്കലിൽ നിന്ന് 7 കിലോമീറ്റർ കിഴക്കുമാറി കുടികൊള്ളുന്ന ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിന് മുന്നിൽ കാണിക്കയിട്ട് അനുവാദം വാങ്ങിയ ശേഷം മാത്രമേ അച്ചൻകോവിൽ ക്ഷേത്ര തീർത്ഥാടകർ ഇതുവഴി യാത്രയാകൂ. ഇവിടെ പൂജകൾക്കൊപ്പമുള്ള പ്രാർത്ഥനകൾ ഉച്ചത്തിലുള്ളതും താളാത്മകവുമാണ്. അത് നേരിട്ട് അനുഭവിച്ചു ഞാൻ അവിടെ ചെന്നപ്പോൾ. ഉണർന്ന് ഭക്ഷണം നൽകാനും പർവ്വതങ്ങളെ സ്തുതിക്കാനും ഊരാളി അപ്പൂപ്പനെ കൂടാതെ അപ്പൂപ്പന്റെ അമ്മയായി കരുതപ്പെടുന്ന ഊരാളി അമ്മൂമ്മയെയും അവിടെ കാണാനിടയായി. ഈ 2 പ്രധാന ദൈവങ്ങൾക്കും എതിർവശത്താണ് അപ്പൂപ്പനെ കണ്ടിട്ടുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്ന വടക്കാഞ്ചേരി വലിയച്ഛൻ. ഗണപതിയുടെ താന്ത്രിക ഭാവമായ കൗള, അതായത് കരി, ഗണപതി, ദേവനായ കുട്ടിച്ചാത്തൻ, മഹാവിഷ്ണുവിന്റെ അവതാരമായ ഹരിനാരായണ തമ്പുരാൻ എന്നിവരും ക്ഷേത്രത്തിലെ വലിയച്ഛനെ കൂടാതെ മറ്റു ഉപദേവതകളാണ്. വാനരപൂജ, മീനൂട്ടുപൂജ എന്നിവയ്ക്ക് പുറമെ കല്ലേലി ഊരാളി അപ്പൂപ്പന്റെ വാഹനം ആനയായതിനാൽ ശർക്കരയും പഴങ്ങളും നൽകിയുള്ള ആനയൂട്ടും ഈ കാവിൽ നടന്നു വരുന്നു. സർവൈശ്വര്യത്തിനു വേണ്ടി അച്ചൻകോവിലാറ്റിൽ ഭക്തർ തെളിയിക്കുന്ന വിളക്കാണ് കല്ലേലി വിളക്ക്. ദീപനാളങ്ങൾ സർവദോഷത്തെയും കരിച്ചു കളയും, അതാണല്ലോ വിശ്വാസം. ദീപങ്ങൾ മുകളിലേക്ക് മാത്രമേ കത്തൂ. അതേപോലെ ഭക്തർക്ക് എന്നും ഉയർച്ചയുണ്ടാകാനാണ് അച്ചൻകോവിലാറ്റിൽ കല്ലേലി വിളക്ക് തെളിയിക്കുന്നത്. കാട്ടിൽ നിന്നും ലഭിക്കുന്ന കിഴങ്ങുവർഗ്ഗങ്ങളായ നൂറകൻ, മാന്തല്, മടിക്കിഴങ്ങ്, ചിഗറ്, കാവ് എന്നിവയ്ക്കൊപ്പം കപ്പ, കാച്ചിൽ, ചേന, ചേമ്പ്, കിഴങ്ങ് എന്നിവയൊക്കെ ഇവിടെ ദിവസവും ചുട്ടുവെക്കുന്നു. ഉമിയോട് കൂടിയ നെല്ല്, മുളയരി തുടങ്ങിയ ധാന്യങ്ങൾ ചേർത്തുണ്ടാക്കുന്ന വറപ്പൊടി പ്രസാദം ഔഷധ ഗുണമേറിയതാണ്. കല്ലേലി അപ്പൂപ്പന്റെ അനുഗ്രഹം തേടി ദൂരെ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ദിവസവും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. ഭാരത പൂങ്കുറവൻ പൂങ്കുറത്തി പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക കാവ് കല്ലേലിക്കാവ് തന്നെയാണ്. ആദിത്യപൂജ, അപ്പൂപ്പൻ സേവ, മലപൂജ, ഗണപതി പൂജ, പരാശക്തി പൂജ, ഗജപൂജ, ഗന്ധർവ പൂജ, യക്ഷിപൂജ, കുട്ടിച്ചാത്തൻ പൂജ, അച്ഛൻ പൂജ,
കൊച്ചുകുഞ്ഞ് അറുകൊല പൂജ, വാനരപൂജ, മീനൂട്ട് പൂജ, ആനയൂട്ട് എന്നിങ്ങനെ നിരവധി പൂജകൾ ഇവിടെ നടത്തിവരുന്നു. കലിയുഗത്തിലെ സകല ആപത്തിൽ നിന്നും രക്ഷിക്കുവാൻ കഴിവുള്ള അവതാരമൂർത്തി കുടികൊള്ളുന്ന മണ്ണാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ്. വിസ്തൃതമായ ഈ കാവിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആദി ദ്രാവിഡ സങ്കല്പത്തിലുള്ളതായതിനാൽ ആദിവ്യാധികളും സർവ അസ്വസ്ഥതകളും മാഞ്ഞ് സർവ ഐശ്വര്യങ്ങളും നിറഞ്ഞ ജീവിതം പ്രദാനം ചെയ്യുമെന്ന ഭക്തജനതയുടെ ഉറച്ച വിശ്വാസം ഏതൊരു ഭക്തർക്കും ഈ പുണ്യദർശനം സിദ്ധൌഷധമായി മാറുന്നു എന്നാണ് വിശ്വാസം. വളരെ അപൂർവമായി മാത്രം ഇപ്പോൾ കാണപ്പെടുന്ന അല്ലെങ്കിൽ മൺമറഞ്ഞു തുടങ്ങിയ പൈതൃകം എന്ന് വിശേഷിപ്പിക്കാവുന്ന കുംഭപ്പാട്ട് നടക്കുന്ന ഏക പുണ്യഭൂമിയാണ് കല്ലേലി അപ്പൂപ്പൻ കാവ്. ക്വാർട്സിൽ മുളവടി അടിച്ചും കാട്ടിൽ നിന്ന് സംഭരിച്ച വടികൾ കൊണ്ട് അരക്ക ഇലകൾ അടിച്ചും ഇരുമ്പ് ഉപകരണങ്ങൾ ഒരുമിച്ച് അടിച്ചുമാണ് കുംഭപ്പാട്ടിൻ്റെ സംഗീതം നിർമ്മിക്കുന്നത്. ഭാരതകാളി, പടേണിക്കളി, മുടിയാട്ടം തുടങ്ങിയ ആചാരപരമായ മറ്റ് കലാരൂപങ്ങൾ വിശേഷ ദിവസങ്ങളിൽ ഇവിടെ അവതരിപ്പിക്കുന്നു. ഇപ്പോഴും മലയാള മാസമായ വിഷുവിൽ ആഘോഷിക്കുന്ന പത്താമുദയം ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന പരിപാടി. വിഷുവിന് ശേഷമുള്ള 10ാമത്തെ ഉദയമാണ് പത്താമുദയം. 999 പർവ്വതങ്ങളുടെ സംരക്ഷകനായ ഊരാളി അപ്പൂപ്പൻ മലദൈവങ്ങളുടെ അധിപനാണ്. പാണ്ടിനാടും കേരളവും ഭരിച്ചിരുന്ന അപ്പൂപ്പൻ ധീരനായ ഒരു യോദ്ധാവായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ എത്തുന്ന ഏതു ഭക്തരെയും വയറ് നിറച്ചും പ്രസാദ ഊട്ട് നൽകിയിട്ട് മാത്രമേ അവിടെ നിന്ന് വിടാറുള്ളൂ. എന്നും അന്നദാനമുള്ള ഒരു കാവാണ് ഊരാളി അപ്പൂപ്പൻ കാവ്. ഇത് അച്ചൻകോവിലാറാണ്. അച്ചൻകോവിൽ ഗിരിനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുണ്യനദി. ഏതു കൊടും വേനലിലും വറ്റാതെ ഒഴുകുന്ന കുഞ്ഞോളങ്ങൾ നീലക്കൊടുവേലിയുടെ ഔഷധഗുണം പേറുന്നു. തെളിനീരിൽ മഹാവ്യാധികൾ വിട്ടൊഴിയുന്നു. അച്ചൻകോവിലാറിൻ്റെ തീരത്തിൽ കാനനത്തിൽ വാണരുളുന്ന പ്രപഞ്ചശക്തി കുടികൊള്ളുന്ന ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലെ മീനൂട്ട് വഴിപാട് പ്രസിദ്ധമാണ്. കുളത്തുപുഴ അയ്യപ്പ ക്ഷേത്ര കടവിൽ മീനുകൾക്ക് ഭക്തർ മലർ നിവേദ്യം നൽകാറുണ്ടല്ലേ. തിരുമക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവിടുത്തെ മത്സ്യങ്ങൾക്ക് മീനൂട്ട് നടത്തിയാൽ അരിമ്പാറയ്ക്ക് ശമനമുണ്ടാകും എന്നാണ് വിശ്വാസം. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലെ ക്ഷേത്രക്കടവിൽ മത്സ്യങ്ങൾക്ക് മീനൂട്ട് നടത്തിയാൽ സർവ്വരോഗത്തിനുമുള്ള ശമനമാണ് ലഭിക്കുന്നത്. ഭക്തർ അർപ്പിക്കുന്ന വഴിപാട് പ്രസാദം കഴിക്കാൻ 100 കണക്കിന് മത്സ്യങ്ങൾ നീന്തി തുടിച്ചെത്തുന്നത് ഏതൊരു ഭക്തൻ്റെയും മനസ്സിൽ വിശ്വാസത്തിൻ്റെ തിരയിളക്കമുണ്ടാക്കുന്നു. സന്ധ്യാസമയത്ത് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലെത്തി പ്രാർത്ഥിച്ച ശേഷം ഇവിടുത്തെ വഴിപാടുകളിലൊന്നായ കല്ലേലി വിളക്ക് തെളിയിക്കുക എന്നത് ഏതൊരു ഭക്തനും ഐശ്വര്യം വിളയാടാൻ ചെയ്യുന്ന വഴിപാടാണ്. അച്ചൻകോവിലാറ്റിലെ കുഞ്ഞോളങ്ങളിൽ മൺചെരാതിൽ നിറച്ച എണ്ണയിൽ കത്തി നിൽക്കുന്ന ദീപം ഒഴുക്കുന്നു. ഒരാൾക്ക് എത്ര ദീപം വേണമെങ്കിലും കത്തിച്ചൊഴുക്കാം. കുടുംബത്തിലെ ഐശ്വര്യം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പനെ മനസ്സിൽ ധ്യാനിച്ച് കല്ലേലി ഊരാളി അപ്പൂപ്പനേ ശരണം എന്ന മന്ത്രം ചൊല്ലി വേണം കത്തിച്ച ചെരാത് അച്ചൻകോവിലാറ്റിൽ ഒഴുക്കാൻ. സകല പാപങ്ങളും ഒഴുക്കിക്കളഞ്ഞ് ദീപങ്ങൾ നല്ലതുപോലെ പ്രകാശിക്കുന്നത് പോലെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ കല്ലേലി വിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാണ്. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പന് താമ്പൂലം സമർപ്പിച്ച് ഉറക്കെ വിളിച്ചു ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പൂപ്പൻ്റെ അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രേക്ഷകർക്കും ഇത് കാണുന്ന എല്ലാവർക്കും ഉണ്ടാകണം എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഇവിടം വിട്ട് കാനനപാതയിലൂടെ എൻ്റെ യാത്ര തുടരുകയാണ്. കണ്ണും മനസ്സും നിറച്ച പ്രകൃതി സൗന്ദര്യത്തിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമുള്ള ഈ പുണ്യഭൂമിയോട് തൽക്കാലത്തേക്ക് വിട പറഞ്ഞുകൊണ്ട് കാനനപാതയിലൂടെ ഞാൻ എൻ്റെ യാത്ര വീണ്ടും തുടരുകയാണ്.